ഹലോ ഗൈസ്, സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ. പക്ഷെ വളരെ സങ്കടത്തോടെയാണ് ഗൈസ് ഇന്ന് കേരളത്തിലല്ല ലോകത്ത് പോലും നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നത് നമ്മൾ കേട്ടപ്പോൾ വളരെ സങ്കടത്തോടെ ചങ്ക് പൊട്ടിയാണ് ഞാൻ ഈ വാർത്ത വായിക്കാൻ പോകുന്നത്. കിടക്കയിൽ മൂത്രം ഒഴിച്ചതിന് 5 വയസ്സുകാരിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. പാലക്കാട് രണ്ടാനമ്മ അറസ്റ്റിൽ. മനുഷ്യത്വം മരവിച്ചവളെ, നിനക്കൊരു പെറ്റമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയാകാൻ പോലും കഴിഞ്ഞില്ലല്ലോടി രാക്ഷസി. പിഞ്ചു കുഞ്ചിന്റെ മേൽ കത്തുന്ന ചട്ടുകം വെച്ച കൈകൾ നിന്റെ തല്ലി ഓടിക്കണം. ഇതിന്റെ വാർത്ത ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വിശദമായിട്ട് അറിയണം എന്നതിന്റെ ആഗ്രഹം കൊണ്ടാണ് ഈ വാർത്തയും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന് ആരോപിച്ച് 5 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് ചട്ടകം ചൂടാക്കി പൊള്ളലേൽപ്പിച്ചു. പാലക്കാട് കഞ്ചിക്കോടാണ് ഈ ക്രൂര സംഭവ വിവരങ്ങളുമായി പ്രിയ ഇളവള്ളിവടം ചേരുന്നു. പ്രിയ, അതിക്രൂരമായ സംഭവമാണ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അബ്ജോദ്, സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ നൽകേണ്ടി വരുന്നത്. വെറും 5 വയസ്സാണ് ഈ കുട്ടിക്കുള്ളത്. ഈ കുട്ടിയെ നിരന്തരം രണ്ടാനമ്മ ഇത്തരത്തിൽ പീഡിപ്പിക്കാറുണ്ട്, ദ്രോഹിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടി അങ്കണവാടിയിൽ എത്തുന്നു. അവിടെ എത്തിയിട്ടും കുട്ടിക്ക് ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ട്. അപ്പോഴാണ് അങ്കണവാടി ടീച്ചർ എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. കൂടുതൽ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് കുട്ടി രണ്ടാനമ്മയുടെ ക്രൂരതയെ പറ്റി തുറന്നു പറയുന്നത്. 2 ദിവസം മുമ്പ് കിടക്കയിൽ മൂത്രമൊഴിച്ചിരുന്നു, ഉറക്കത്തിൽ അറിയാതെ. ഇതിൽ വലിയ തരത്തിൽ കുട്ടിയോട് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഒരു ചട്ടുകം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനുശേഷം പൊള്ളിക്കുകയാണ് ഉണ്ടായതെന്ന് കുട്ടി ഈ അങ്കണവാടി ടീച്ചറോട് പറയുകയാണ് ഉണ്ടായത്. അങ്കണവാടി ടീച്ചർ അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി തുടർ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. രണ്ടാനമ്മയ്ക്കൊപ്പമാണ് കുട്ടിയും താമസിക്കുന്നത്. ബീഹാർ സ്വദേശിനിയാണ് നൂർ നാസർ. ഇവർ കഞ്ചിക്കോട് കിഴക്കേമുറിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെയൊക്കെ കേസായിട്ട് എടുത്തിട്ട് ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയെല്ലാം നാറുമല്ലോ. ഇതിനെയൊക്കെ കൊണ്ട് ജയിലിലല്ല, തെരുവ് പട്ടിക്ക് ഇട്ട് കൊടുക്കണം. തെരുവ് പെട്ടിക്കോ വല്ലോ കുഴിച്ചിടണം ഇതിനൊക്കെ. അപ്പോൾ ഈ വിഷയത്തിന്റെ വാർത്ത ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി ബ്രോ അതിന് അദ്ദേഹത്തിന്റെ മറുപടി പ്രതികരണം അവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിന്റെ റിപ്ലൈ ആയിട്ട് സീക്രട്ട് ഏജന്റിന്റെ കമന്റിന്റെ റിപ്ലൈ ആയിട്ട് വന്ന കുറെ മുസ്ലിം ചൊവ്വയുള്ള കുറെ വർഗീയവാദികൾ അവര് ആ പ്രശ്നത്തിന്റെ ആ സംഭവത്തിന്റെ എഗൻസ്റ്റ് അല്ല സംസാരിക്കുന്നത്. അതും ആ സ്ത്രീയെക്കുറിച്ചും സ്ത്രീയുടെ തെറ്റൊന്നും അല്ല സംസാരിക്കുന്നത്. ആ സ്ത്രീ ഒരു മുസ്ലിം ആണെന്നുള്ളതാണ് അവരുടെ വാദം. മുസ്ലിം ആയതുകൊണ്ട്, ഹിജാബ് ധരിച്ചതായതുകൊണ്ട് അവര് ആ ഒരു വിഷയത്തിലല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ആ സ്ത്രീയെ എഗൻസ്റ്റ് അല്ല സംസാരിക്കുന്നത്. അപ്പോൾ സായിബ്രോയ്ക്ക് വന്ന അവസ്ഥ പുള്ളി അത് വീഡിയോ ആയിട്ട് റീൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ ഈ ഒരു ന്യൂസ് കണ്ടിന്റെ ടെമ്പർ തെറ്റി. കിടക്കയിൽ മൂത്രം ഒഴിച്ചതിന് 5 വയസ്സുകാരിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. പാലക്കാട് രണ്ടാനമ്മ കസ്റ്റഡിയിൽ. 5 വയസ്സാണ് ഈ കുട്ടിക്കുള്ളത്. ഈ കുട്ടിയെ നിരന്തരം രണ്ടാനമ്മ ഇത്തരത്തിൽ പീഡിപ്പിക്കാറുണ്ട്, ദ്രോഹിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടി അങ്കണവാടിയിൽ എത്തുന്നു. അവിടെ എത്തിയിട്ടും കുട്ടിക്ക് ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ട്. അപ്പോഴാണ് അങ്കണവാടി ടീച്ചർ എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. കൂടുതൽ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് കുട്ടി രണ്ടാനമ്മയുടെ ക്രൂരതയെ പറ്റി തുറന്നു പറയുന്നത്. 2 ദിവസം മുമ്പ് കിടക്കയിൽ മൂത്രമൊഴിച്ചിരുന്നു, ഉറക്കത്തിൽ അറിയാതെ. ഇതിൽ വലിയ തരത്തിൽ കുട്ടിയോട് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഒരു ചട്ടുകം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനുശേഷം പൊള്ളിക്കുകയാണ് ഉണ്ടായതെന്ന് കുട്ടി ഈ അങ്കണവാടി ടീച്ചറോട് പറയുകയാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റുമോ ഈ പ്രവൃത്തി? രണ്ടാനമ്മ, ഒന്നാനമ്മ അങ്ങനെയൊന്നുമല്ല, മനുഷ്യന് ചെയ്യാൻ പറ്റൂ. ഇത് കണ്ടപ്പോ എനിക്ക് ടെമ്പർ തെറ്റിയിട്ട് ഞാൻ ഇതിന്റെ അടിയിൽ പോയിട്ട് തെറി വിളിച്ചിട്ട് ഈ നാറിച്ചി മോളെന്റെ കൈ കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചള്ളയടിച്ചു കൂട്ടി. ഇതിനടിയിൽ ഒരുത്തം വന്നിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ ഇട്ടിക്കാം. എന്താ ഇതുണ്ട് മൈരെ, നിന്റെ വീട്ടിൽ പറയുന്ന തീട്ട വർത്താനം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുലമ്പുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓയ്യോ ഒന്നും പറയാത്ത ഒരു തെറിയും വിളിക്കാത്തവനാണ് മൈര എന്ന് കുറച്ച് ഇന്ന തെറി വിളിച്ചിട്ട് പോയത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവന്റെ പിന്നിൽ എന്തോ വേറെ ഇന്റൻഷനാണ്. കാരണം തട്ടമിട്ട സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവന് പൊള്ളിയതാന്നുള്ളത് ഞാൻ മനസ്സിൽ വെച്ചു. ഞാൻ പിന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ വർഗീയതയാവും, അല്ലെങ്കിൽ അത് വേറെ പലതുമായിട്ട് ആൾക്കാർ എടുക്കൂലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരനാറി മുനീർ സി, അവന്റെ പ്രൊഫൈൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ കുട്ടികളുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ സ്മൈലി ഒട്ടിച്ചത്. ഇവൻ എന്റെ പേഴ്സണൽ ഇൻബോക്സിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ ഇവൻ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയച്ചാണ് ഈ ഇരിക്കുന്നത്. ഫുള്ള് തെറിയും വിളിച്ച് എൻ്റെ വീട്ടിൽ കയറി അടിക്കും. ഈ എൻ്റെ തെറി വിളിക്കും. ഓനാ എൻ്റെ ആദ്യം തെറി വിളിച്ച്, എന്നിട്ടാണ് ഞാൻ അവനെ തിരിച്ച് തെറി വിളിക്കുന്നത്. എന്നിട്ട് ഇവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞു പോയൊരു ഡയലോഗ് ഉണ്ട് ഇതിനടിയിൽ. അപ്പൊ എനിക്ക് കൺഫേം ആയി ഞാൻ ചിന്തിച്ചത് ശരിയാണ്. കാരണം
തട്ട വിട്ട താത്താനെ തെറി വിളിച്ചപ്പോ ഓന് പൊള്ളിയതാണ്. ഓനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ കോളനി ഭാഷ ഇവിടെ ഉപയോഗിക്കല്ലേ, നിന്റെയൊക്കെ വർഗത്തെ തൊട്ടാൽ കൈ നാറും. ഇന്റെ വർഗം ഏതാടാ? അന്റെ തന്തി നാളെ എന്റെ വാപ്പി ഉമ്മിയുള്ള സെയിം വർഗമാണ് നായ എന്റെതും. മനസ്സിലായ എനിക്ക്? അതേ വർഗം, മനുഷ്യവർഗം, പട്ടിയ പൂച്ചയൊന്നല്ല. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ തിരിച്ചുള്ള റിപ്ലൈ കേട്ടോ. ഞങ്ങളുടെ സമുദായത്തിന് മുന്നിൽ വരാൻ നിനക്ക് എന്ത് യോഗ്യത? എന്തിനാടാ യോഗ്യ? എന്ത് സമുദായം? ഈ എന്ത് സമുദായം? മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊറേ നാൾ പറയണില്ല പൊന്ന. എന്നിട്ടേ ഈ വീട്ടിൽ കയറി അടിക്കും, ഇന്നങ്ങോട്ട് ഒലത്തി കളയുന്നൊക്കെ പറഞ്ഞു 10 തേറി ആകെ വലിയ വിഷയമാക്കി. എന്ന് വെച്ചാല് വർഗീയവാദി തന്നെയാണ് മുസ്ലിം മതത്തിന് പേരുദോഷമായിട്ട് ഇതുപോലെ കുറെ വർഗീയവാദികളുണ്ട്. എങ്ങനെ ഇതൊക്കെ പൊട്ടി മുളയ്ക്കുന്നതെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. അതെങ്ങനെ പൊട്ടി മുളയ്ക്കുന്നു? ബാക്കി വല്ല പാകിസ്ഥാനിലോ വല്ല ബംഗ്ലാദേശിലോ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര അത്ഭുതം തന്നെ. ഇവര് വല്ല ISI മറ്റേ അഫ്ഗാനിസ്ഥാൻ മറ്റേ തീവ്രവാദി സംഘത്തിൽ വല്ലോ ആ ഗ്രൂപ്പിലുള്ളവരാണോ? ഈ തീവ്രവാദിയാണ്, വർഗീയവാദി വന്നിട്ട് തീവ്രവാദി രണ്ടും ഒരേ സാധനമാണ്. ഇത്തരം മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദിക്ക് സമമാണ്, തീവ്രവാദികളാണ്. ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം, അല്ല വധിക്കണം, കെട്ടിത്തൂക്കി തീ കൊളുത്തി കുഴിച്ചു മൂടണം ഇതിനൊക്കെ. ഈ വർഗീയവാദി ഇത്തരം സംസാരിക്കുന്നവരെയൊക്കെ ഇവരൊക്കെയാണ് ഇനി വരും കാലത്ത് തീവ്രവാദികളാകുന്നത്, കേരളത്തിലെ തീവ്രവാദികളായി മാറുന്നത്. ഭയങ്കര സങ്കടമുണ്ട്. ഇതുപോലുള്ള വിഷയം നടക്കുമ്പോഴും കേരളത്തിൽ നടന്നു കഴിയുമ്പോൾ ഇതിന്റെ പ്രതികരണമായിട്ട് ഇതുപോലെ വർഗീയവാദികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു വരുമ്പോൾ ഇനി നമ്മുടെ കേരളത്തിൽ ഇതേപോലെ സംഭവം വീണ്ടും ആവർത്തിക്കും എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ഭയങ്കര വൃത്തികേട് തന്നെ കേരളത്തിൽ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൂടി പറ്റാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. എന്തായാലും ഗൈസ്, ഇതിന് എനിക്ക് വേറെ മറ്റൊന്നും പറയാനില്ല. ഇങ്ങനെയൊന്നും ആരും ആകാതിരിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ആരും ഇങ്ങനെ ആകാതിരിക്കുക എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. See you soon guys. Bye.